വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 ഒക്ടോബർ മാസം 8-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള, അതായത് 1201 കന്നിമാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു വാരഫലം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആഴ്ചത്തെ ഗ്രഹനില ഒന്ന് മനസ്സിലാക്കുക. നാം ഇത് വാരഫലം ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിലാണ്. അതിനാൽ മേടത്തിൽ ചന്ദ്രനുണ്ട്, 3-ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴമുണ്ട്, 5-ാം ഭാവത്തിൽ ചിങ്ങത്തിൽ ശുക്രൻ കേതു, 6-ാം ഭാവത്തിൽ കന്നിയിൽ സൂര്യൻ, 7-ാം ഭാവത്തിൽ തുലാത്തിൽ ചൊവ്വയും ബുധനും, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹുവും, 12-ാം ഭാവത്തിൽ ശനിയും. ഇവിടെ ഗ്രഹങ്ങൾക്ക് വിശേഷിച്ച മൗഢ്യങ്ങളൊന്നുമില്ല. ശനി ഇപ്പോഴും വക്രയിലാണ്. നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ഈ വാരത്തേത് ചർച്ച ചെയ്യാം. ഇവിടെ ചന്ദ്രൻ ബലവാനാണ്. ചന്ദ്രൻ ബലവാനായി മേടത്തിൽ നിൽക്കുന്നു. ആ ചന്ദ്രൻ ഉച്ചത്തിലേക്ക് പോകുന്നു. അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട്. ഇനി ശുക്രൻ ഏതാനും ദിവസങ്ങൾക്കകം നീചസ്ഥനായി കനിയിലേക്ക് വരും. ബുധൻ മൗഢ്യം കഴിഞ്ഞ് തുലാൻ രാശിയിൽ ചൊവ്വയോടുകൂടി ഒന്നിച്ചു നിൽക്കുന്നു. ഇതൊക്കെ നല്ല പ്രത്യേകതകളാണ്. ചൊവ്വയും ബുധനും വരുമ്പോൾ ഒരു വ്യാപാര യോഗം, വണിക് വ്യാപാരി ആവുക, ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ സംഭവിക്കും ഈ വാരത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു തുലാൻ രാശി. ഇന്ന് രാശിയിൽ ബുധനും ചൊവ്വയുമുണ്ട്. 5-ാം ഭാവത്തിൽ രാഹു, 6-ൽ ശനി, 7-ൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ ശുക്രൻ കേതു, 12-ൽ രവി. തുലാൻ രാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. ഭാഗ്യാധിപനായ ഗ്രഹം ബുധൻ ലഗ്നത്തിലേക്ക് വന്നിരിക്കുന്നു. 12-ലായിരുന്നു ഇത്ര ദിവസവും ബുധൻ. ആ ബുധൻ 12-ൽ വളരെയധികം പതിതസ്തുരിപ്പേ, പല കാര്യങ്ങളിലും ഓർമ്മസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകുക, രേഖാപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക, അതൊക്കെ ഉണ്ടാക്കി മനസ്സിന് മാനസികമായി അങ്ങേയറ്റ അസ്വസ്ഥനാകുമ്പോഴാണ് ഇപ്പോൾ ബുധൻ തുലാൻ രാശിയിൽ വരുന്നത്. ആ ബുധൻ ഉപായത്തെ പ്രദാനം ചെയ്യും. ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം, അന്യരുടെ അരിഷ്ടതകളെ മുഴുവനും ബുധൻ മാറ്റും. വരിഷ്ഠാധിയഹ വൈഖരി വൃത്തിവാചക, കൺസൾട്ടൻസിന് നല്ല സമയമാണ്. അപ്രകാരം തന്നെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, അത് ട്രാവൽ ആൻഡ് ടൂറിസം മുതൽ ഏതെല്ലാമാണോ മേഖല, ആ മേഖലകളിൽ തന്നെ MBA പഠിച്ചവർക്കും മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെടുന്നവർക്കുമൊക്കെ തന്നെ അവിചാരിതമായി ധനലാഭം പ്രദാനം ചെയ്യപ്പെടും ഈ ഒരു വാരമെന്നറിയുക. അത് മാത്രമല്ല, വിവാഹ തീരുമാനങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. പെണ്ണ് കാണാനോ ചെക്കനെ കാണാനുമുള്ള ചടങ്ങുകളൊക്കെ ഈ ഒരു വാരം നടക്കും. 7-ൽ ചന്ദ്രനാണ്. വിവാഹം വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിക്ക് നല്ലൊരു വിവാഹ ജീവിതം, കുടുംബജീവിതം ആഗ്രഹിക്കും. അദ്ദേഹം സ്വപ്നം കാണും, അദ്ദേഹം വീട്ടിൽ സമ്മതം കൊടുക്കും. ശരി, നിങ്ങൾ നോക്കിക്കോളൂ, നല്ലൊരു പെൺകുട്ടിയെ കണ്ടുകൊള്ളൂ എനിക്ക് വേണ്ടി എന്ന് പറയുന്ന വാരമാണ്. 9-ലെ വ്യാഴവും വളരെയധികം ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഭൂമി എടുക്കാം, അല്ലെങ്കിൽ പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക, സഹോദരങ്ങളൊക്കെ സ്നേഹത്തോടു കൂടി വർത്തിക്കുന്ന ഒരു വാരമാകുന്നു ഇത്. എല്ലാവരും സ്നേഹത്തോടു കൂടി വർത്തിക്കട്ടെ. തുലാൻ രാശിക്കാർ ബന്ധുക്കൾക്കൊക്കെ ഉപകാരം ചെയ്ത് അവസാനം തൻ്റെ തലയിലെല്ലാം വന്ന് വീഴും. അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട്. ബന്ധുനാം ഉപകാരകർ വിരുട്ടതഹ തെക്തഹ തെഹി സപ്തമേ, ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്ത് അവസാനം ഒരു പരിത്യജിക്കും. തുലാൻ രാശിക്കാരെ ദുഷിക്കും. അസമയത്തുള്ള യാത്ര വേണ്ട. 12-ൽ സൂര്യനാണ്. അതിനാൽ അസമയത്തുള്ള യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാം. പലപ്പോഴും കേസിൽ വിജയിക്കുവാനുള്ള സമയമാണ്. വിവാദേ ജയകൃത് ബുധ, ബുധൻ വിവാദത്തിൽ ജയിക്കും. 12-ലെ സൂര്യനും അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. വിപക്ഷാഹവേ ജായദൈസോ ജയശ്രീ, ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് ജയിക്കും. ഇവിടെ നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളും ഡിസ്കുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക, ശത്രുദോഷ പരിഹാരം ചെയ്യണം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്താൽ എല്ലാ വിഷയങ്ങൾക്കും സമാധാനമായി. തീവ്രതരെ ആഭിചാരേ, ഏത് ആഭിചാര ദോഷത്തിനും പരിഹാരമാണ് മൃത്യുഞ്ജയം. മൃത്യുഞ്ജയ ഹവനം ഗലു സർവരുജാം ശാന്തയെ വിധേയം സ്യാത്, എല്ലാ രോഗത്തിൻ്റെയും ശാന്തിക്ക് വളരെ നല്ലതാണ് മൃത്യുഞ്ജയം. ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. നന്മകൾ ധാരാളം വരും തുലാൻ രാശിക്കാർ. പ്രാർത്ഥിക്കുക നന്നായിട്ട്. നന്ദി, നമസ്കാരം.